ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഒരു കപ്പക്ക പറിച്ച് അതിന് ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു അടിപൊളി കറി വെക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കപ്പക്കയും ചേമ്പും തണ്ടു വന്നേ, ചേമ്പിൻ്റെ തണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്ക് നല്ലൊരു പുളിശ്ശേരി വെക്കാം. നല്ല അടിപൊളി പുളിശ്ശേരി, നല്ല രസമാണ് കേട്ടോ. നല്ല എനിക്ക് വെള്ളരിക്ക പുളിശ്ശേരിയും കാട്ടി ഇഷ്ടം ഈ കപ്പക്കയാണ് കേട്ടോ. കപ്പക്ക പുളിശ്ശേരി വെക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഇതാ മുറിച്ച് രണ്ടും കൂടെ മുറിച്ചിട്ട് നമുക്ക് കുക്കറിൽ ഒരു 2 വിസിൽ വന്നാൽ മതി. അപ്പോഴത്തേക്കന്നെ വേഗം വെന്ത് കിട്ടും. പിന്നെ ചേമ്പ് തണ്ടെല്ലാം വേഗം വെകുന്നതാണ്, കപ്പക്കയും വേഗം വെന്ത് കിട്ടുന്നതാണ്. അങ്ങനെ വേഗം കുക്കറിലെല്ലാം ഇട്ട് പിന്നെ നമുക്ക് ലേശം മഞ്ഞൾപ്പൊടിയും എല്ലാം ഇടാം. ലേശം ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും പറങ്കിപ്പൊടിയും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. പറങ്കിപ്പൊടി ലേശം ഇട്ടിട്ട് കേട്ടോ, പച്ചപ്പറങ്കി ഇറക്കണ്ടല്ലേ. അങ്ങനെ മഞ്ഞൾപ്പൊടി പിന്നെ പറങ്കിപ്പൊടി ഉപ്പെല്ലാം ഇട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേഗം അടുപ്പത്ത് വെക്കുക. ഒരു 2 വിസിൽ വരുമ്പോഴത്തേക്കിന് നല്ലോണം വെന്ത് കിട്ടും. അങ്ങനെ അടുപ്പത്ത് വെക്കട്ടെ. പിന്നെ നല്ല രസമാണ് ഇതിൻ്റെപ്പം ഒരു എന്താ പറയണ്ട്, ഒരു ഉണക്കം മുള്ളാനെല്ലാം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണക്കം മുള്ളാനെല്ലാന്നെങ്കിൽ നല്ല രസമാണ് ചോറ് കഴിക്കാൻ. അപ്പോൾ പിന്നെ ഇതാ കപ്പക്കയെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. കപ്പക്കയും ചെയ്യുമ്പോഴത്തേണ്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗിൻ്റെ അകത്തേക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാം. തേങ്ങയും പിന്നെ പച്ചമുളകും ജീരകവും എല്ലാം കൂടി അരച്ചതാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് ഇതാ തൈരും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ അരച്ചത് കേട്ടോ. തേങ്ങ ഇറക്കുമ്പോൾ തന്നെ തൈരും കൂടി അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടാണ് അരച്ചിന്. അപ്പോൾ പിന്നെ ഇതാ ആവശ്യത്തിന് ലേശം വെള്ളമാക്കിയിട്ട് കപ്പയ്ക്ക ആയതുകൊണ്ട് നല്ല കൊഴുപ്പും ഉണ്ടാവും. പിന്നെ അങ്ങനെ വെള്ളം ഒഴിച്ച് ലേശം ഒന്ന് തിള വരുമ്പോൾ നമുക്ക് വാങ്ങിയിട്ട് വറുത്തിടാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പച്ചക്കറി വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നൊരു തിള വരട്ടെ. തിള വന്ന പാട് നമുക്ക് വറുത്തിടാം. അങ്ങനെ ഇതാ പിന്നെ നമ്മളെ പുളിശ്ശേരിയുടെ റെഡി ആയിട്ടുണ്ട്. വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും കടുവും ഉലുവയെല്ലാം കൂടെ നല്ല വറുത്തിട്ടു. അങ്ങനെ നമുക്ക് വേഗം ചോറിനാൻ നോക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി പുളിശ്ശേരിയുടെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ചോറിനെന്ന കറിയെന്ന് കണ്ടേ, ഉച്ചക്കത്തെ ചോറിന് നല്ല അടിപൊളി പുളിശ്ശേരി, നല്ല കൊഴുപ്പായി കേട്ടോ. നല്ല കൊഴുപ്പായി വന്നതിന് കപ്പക്ക ആയതുകൊണ്ട് നല്ല കൊഴുപ്പായി വരും. അങ്ങനെ ഇതാ പുളിശ്ശേരി. ഇന്ന് വലിയൊരു പാട് കറിയൊന്നുമില്ല കേട്ടോ, ഇന്ന് ചെറിയ കുഞ്ഞു കറിയാണ്. അപ്പോൾ ഇത് മാത്രം മതി. അങ്ങനെ ഇതാ പുളിശ്ശേരി, മീൻ വറുത്തത്, ഒരു മീൻ വറുത്തത് എടുത്തിട്ടില്ലേ, മീൻ വറുത്തതും കൂടെ നല്ല മത്തി വറുത്തതാണ്. അങ്ങനെ ഇതാ ഉച്ചക്കത്തെ ചോറിനും ഇന്ന് നമ്മൾ നല്ല അടിപൊളി പുളിശ്ശേരി എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കപ്പക്ക പുളിശ്ശേരി വെള്ളരിക്ക പുളിശ്ശേരിനും കാട്ടിയും കപ്പക്ക പുളിശ്ശേരിയാണ് ഇഷ്ടം. അങ്ങനെ നല്ല അടിപൊളി പുളിശ്ശേരി നമ്മളെ മീൻ വറുത്തതും കൂട്ടിയിട്ട് പിന്നെ ഉച്ചയൂണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക. പുളിശ്ശേരി ഇഷ്ടപ്പെട്ടൊന്നുമില്ല.